വെൽക്കം ടു ദ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ്. ഈ എഡിറ്റോറിയൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൻ്റെ MP സ്ഥാനം നഷ്ടപ്പെട്ട് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ MP സ്ഥാനവും നഷ്ടപ്പെട്ടു. അതിനെപ്പറ്റിയുള്ള ഹെഡിങ് ഫോൾ ഫ്രം ഗ്രേസ്. അധികാരം നഷ്ടപ്പെട്ട്, പ്രശസ്തി നഷ്ടപ്പെട്ട്, ശോഭ നഷ്ടപ്പെട്ട്, യശസ് നഷ്ടപ്പെടുന്നതിനെ പറ്റിയാണ് ഫോൾ ഫ്രം ഗ്രേസ് എന്ന് പറയാം. Okay, we will move to the details. 4 years ago, Boris Johnson won an election for the Tories with an 80-seat majority, their bigger victory since 1987. 4 വർഷം മുമ്പ് ബോറിസ് ജോൺസൺ അദ്ദേഹത്തിൻ്റെ ടോറിസ് പാർട്ടി വിജയിച്ചു. അത് 80 സീറ്റിൻ്റെ മെജോറിറ്റിയോടുകൂടിയാണ്. their bigger victory since 1997. 1987 മുതലുള്ള അവരുടെ ഏറ്റവും വലിയ വിജയമാണിത്. ബട്ട് ഹിസ് ഫോൾ ഫ്രം ഗ്രേസ് ഹാസ് ബീൻ സോ സ്റ്റീപ്പ് ദാറ്റ് ഹീസ് നോട്ട് ഈവൻ എൻ MP ടുഡേ. അദ്ദേഹത്തിൻ്റെ വീഴ്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനനഷ്ടം, ദ ഫോൾ ഫ്രം ഗ്രേസ്, ബട്ട് ഹിസ് ഫോൾ ഫ്രം ഗ്രേസ് ഹാസ് ബീൻ സോ സ്റ്റീപ്പ്, അത് വളരെ കുത്തനെയാണ്. ദാറ്റ് ഹീസ് നോട്ട് ഈവൻ ആൻ MP ടുഡേ, ഇന്ന് അദ്ദേഹം ഒരു MP പോലുമല്ല. ദ കൺസർവേറ്റീവ് ലീഡർ ഹു ക്വിറ്റ് ആസ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഇൻ ജൂലൈ ലാസ്റ്റ് ഇയർ അമിഡ് എൻ ഇന്നർ പാർട്ടി റിവോൾട്ട്. കൺസർവേറ്റീവ് ലീഡർ എന്ന് പറയുന്ന യാഥാസ്ഥിക നേതാവ് ഹു ക്വിറ്റ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സ്ഥാനം ഒഴിഞ്ഞു ഇൻ ജൂലൈ ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ ജൂലൈയിൽ, അമിഡ് എൻ ഇന്നർ പാർട്ടി റിവോൾട്ട്, ഒരു ആഭ്യന്തര പാർട്ടി കലാപത്തിന് ഇടയിൽ, അമിഡ് ആൻ ഇന്നർ പാർട്ടി റിവോൾട്ട്, പാർട്ടിയുടെ ആഭ്യന്തര കലാപത്തിന് ഇടയിൽ. അദ്ദേഹം അനൗൺസ്ഡ് ഹിസ് റെസിഗ്നേഷൻ ആസ് എ ലോ മേക്കർ ലാസ്റ്റ് വീക്ക്. അദ്ദേഹം ഒരു MP എന്ന ലോ മേക്കർ എന്ന സ്ഥാനവും റിസൈൻ ചെയ്തു ലാസ്റ്റ് വീക്കിൽ. ആഫ്റ്റർ എ ഹൗസ് ഓഫ് കമ്മിറ്റി പ്രോബിംഗ് ദ പാർട്ടി ഗേറ്റ് സ്കാൻഡൽ ഫൗണ്ട് ദാറ്റ് ഹി ഹാഡ് മിസ്ലെഡ് പാർലമെൻറ്റ്. പാർട്ടി ഗേറ്റ് വിവാദം അദ്ദേഹം പല പാർട്ടികളും സംഘടിപ്പിച്ചു കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. അപ്പോൾ അതിനാണ് പാർട്ടി ഗേറ്റ് സ്കാൻഡൽ എന്ന് പറയുന്നത്. ആ സ്കാൻഡലിനെ പറ്റിയുള്ള ഹൗസ് ഓഫ് കമ്മിറ്റി കണ്ടെത്തി ഹി ഹാഡ് മിസ്ലെഡ് പാർലമെൻറ്റ്, അദ്ദേഹം പാർലമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കണ്ടെത്തി. Mr. Johnson, when Prime Minister, had attended a host of parties during the COVID-19 lockdown. പ്രധാനമന്ത്രിയായ പ്രൈം മിനിസ്റ്ററായ ജോൺസൺ നിരവധി പാർട്ടികളിൽ പങ്കെടുത്തു COVID-19 ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. ബ്രേക്കിംഗ് ദ റൂൾസ് ഇമ്പോസ്ഡ് ഓൺ ദ പബ്ലിക് ബൈ ഹിസ് ഓൺ ഗവൺമെൻറ്. പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് തന്നെ ഏർപ്പെടുത്തിയ ആ റൂളുകൾ ലംഘിച്ചുകൊണ്ട്. ഹി ദെൻ ടോൾഡ് ദ ഹൗസ് ഓഫ് കോമൺസ് ദാറ്റ് ഓൾ ഗൈഡൻസ് വാസ് ഫോളോഡ് കംപ്ലീറ്റ്ലി ഇൻ നമ്പർ 10 ഡൗണിങ് സ്ട്രീറ്റ്. ആ സമയത്ത് അദ്ദേഹം ഹൗസ് ഓഫ് കോമൺസ് പാർലമെൻറ്റിനോട് പറഞ്ഞത് ഓൾ ഗൈഡൻസ് വാസ് ഫോളോഡ്, എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുണ്ട്. നമ്പർ 10 ഡൗണിങ് സ്ട്രീറ്റിലെ പ്രോഗ്രാമിന്, ആ പരിപാടികൾക്കെല്ലാം നിയമങ്ങളും പാലിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഹൗസ് ഓഫ് കോമൺ പാർലമെൻറ്റിൽ പറഞ്ഞത്. ലാസ്റ്റ് ഇയർ എ റിപ്പോർട്ട് ബൈ സുഗ്രേ, എ സീനിയർ സിവിൽ സർവൻറ്റ്, ഒരു സീനിയർ സിവിൽ സർവൻ്റായ സുഗ്രേ, അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട് ഹാഡ് ഓഫേർഡ് ഡീറ്റെയിൽസ് ഓഫ് സോഷ്യൽ events he had attended during the lockdown. ലോക്ക്ഡൗൺ സമയത്ത് അദ്ദേഹം പങ്കെടുത്ത പരിപാടികളുടെ മുഴുവൻ ഡീറ്റെയിൽസുകളും ഇതിൻ്റെ വിശദീകരണങ്ങളും ഉള്ള ഒരു റിപ്പോർട്ട് ഇദ്ദേഹം സീനിയർ സിവിൽ സർവൻ്റായ സുഗ്രേ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ദ MP's panel apparently recommended his lengthy suspension from the house. MP-മാരടങ്ങിയ ഒരു പാനൽ, ആ കമ്മിറ്റി വളരെ പ്രകടമായി അവർ പ്രത്യക്ഷമായി തന്നെ റെക്കമെൻഡ് ചെയ്തിരുന്നു ഹിസ് ലെങ്തി സസ്പെൻഷൻ, അദ്ദേഹത്തിൻ്റെ ദീർഘകാല സസ്പെൻഷൻ ഫ്രം ദ ഹൗസ്
പാർലമെൻറ്റിൽ നിന്ന്. ആൻഡ് ഹി അനൗൺസ്ഡ് ഹിസ് റെസിഗ്നേഷൻ ബിഫോർ ദ റിപ്പോർട്ട് വാസ് മെയ്ഡ് പബ്ലിക്. ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തൻ്റെ റെസിഗ്നേഷൻ, രാജി പരസ്യപ്പെടുത്തി, അനൗൺസ് ചെയ്തു, പ്രഖ്യാപിച്ചു. മിസ്റ്റർ ജോൺസൺ, എ ഫോർമർ ജേർണലിസ്റ്റ് ടേൺഡ് പൊളിറ്റീഷ്യൻ whose hyperbole, conservatism and hardline nationalism helped him rise to the top of the Conservative Party during the chaotic Brexit year. Mr. Johnson, a former journalist, ഒരു മുൻ പത്രപ്രവർത്തകൻ, ടേൺഡ് പൊളിറ്റീഷ്യൻ, പിന്നീട് അദ്ദേഹം രാഷ്ട്രീയക്കാരനായി, ഹൂസ് ഹൈപ്പർബ്ലി കൺസർവേറ്റിസം. ഹൈപ്പർബ്ലി എന്ന് പറഞ്ഞാൽ അതിശയോക്തിയുള്ള, അപ്പോൾ ഏകദേശം ഹൈപ്പർബ്ലി കൺസർവേറ്റിസം, അദ്ദേഹത്തിൻ്റെ ഈ അതിവൈകാരികമായ യാഥാസ്ഥികത്വം. ആൻഡ് ഹാഡ്ലൈൻ നാഷണലിസം, തീവ്രദേശീയത, helped him rise to the top of the Conservative Party during the chaotic Brexit years. ബ്രെക്സിറ്റ് ഉണ്ടായ സമയത്തുള്ള ഖിയോട്ടിക്, അരാജകത്വം നിറഞ്ഞ ആ സമയത്ത് കൺസർവേറ്റീവ് പാർട്ടിയുടെ ടോപ്പിലേക്ക് അദ്ദേഹം ഉയർന്നു. അങ്ങനെ ഉയർന്ന് ജോൺസൺ ഡിഡ് നോട്ട് ഗോ ക്വൈറ്റ്ലി, ശാന്തമായിട്ടല്ല പുറത്തേക്ക് പോകുന്നത്. ഹി അക്യൂസ്ഡ് ദ കമ്മിറ്റി, ആ കമ്മിറ്റിയെ അദ്ദേഹം കുറ്റപ്പെടുത്തി, which has Labour, Liberal and Conservative MPs as its members, of a witch hunt, and slammed the report as revenge for Brexit. അദ്ദേഹം പോകുമ്പോൾ ഈ കമ്മിറ്റിയെ കുറ്റപ്പെടുത്തി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ കമ്മിറ്റിയിൽ ലേബർ പാർട്ടി മെമ്പേഴ്സ്, അതുപോലെ എല്ലാ പാർട്ടികളിലെ ലിബറൽ ആൻഡ് ലേബർ, കൺസർവേറ്റീവ് എം പിമാരുള്ളൊരു കമ്മിറ്റിയാണ്. അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് ഓഫ് എ വിച്ച് ഹണ്ട്, തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക, ഇതാണ് വിച്ച് ഹണ്ട് എന്ന് പറയുക. ഓൾറെഡി ഡൊണാൾഡ് ട്രംപ് ഓൾസോ അക്യൂസ്ഡ് ദ ജോ ബൈഡൻ, ഇഫ് ഹി ഫേസ് എനി കേസ് ഇറ്റ് ഈസ് വിച്ച് ഹണ്ട്. വിച്ച് ഹണ്ടിങ് ആണ് എന്നാണ് ട്രംപ് പറയുക. അത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഡൂയിങ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് വിച്ച് ഹണ്ട്. വിച്ച് ഹണ്ട് എന്ന് പറഞ്ഞാൽ ചിലരെ പിടിച്ച് തെരഞ്ഞു പിടിച്ച് ഇത് ചെയ്യുന്നുണ്ട്, വിച്ച് ഹണ്ട്. ആൻഡ് സ്ലാംഡ്, അദ്ദേഹം കുറ്റപ്പെടുത്തി, ആഞ്ഞടിച്ചു ദ റിപ്പോർട്ട്സ് ആസ് റിവെഞ്ച് ഫോർ ബ്രെക്സിറ്റ്, ബ്രെക്സിറ്റിനുള്ള പ്രതികാരമാണ് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ്സ് ഓഫ് മിസ്റ്റർ ജോൺസൺസ് പൊളിറ്റിക്കൽ കരിയർ, ആ പൊളിറ്റിക്കൽ കരിയറിലെ ജോൺസൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആസ് പ്രൈം മിനിസ്റ്റർ ഓർ എ ബാക്ക് ബെഞ്ചർ, ഉന്നത പദവിയായ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ആ പദവിയിലാണെങ്കിലും എ ബാക്ക് ബെഞ്ചർ, അല്ലെങ്കിൽ ഒരു പ്രധാനമായ പാർട്ടി മെമ്പർ എന്ന്, ഇതാണ് ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞാൽ പ്രധാനമായ ഒരു പദവിക്കാണ് ബാക്ക് ബെഞ്ചർ ഒക്കെ. ഇങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഹൈലൈറ്റ് വാസ് ഹിസ് അബ്ജക്റ്റ് ഡിസ്റിഗാർഡ് ഫോർ അക്കൗണ്ടബിലിറ്റി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്താണ്? വാസ് ഹിസ് അബ്ജക്റ്റ് ഡിസ്റിഗാർഡ്, അദ്ദേഹത്തിൻ്റെ നികൃഷ്ടമായ അവഗണന, ഫോർ അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അവഗണന. ഹി നെയ്തർ ടുക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ വയലേറ്റിംഗ് ലോക്ക്ഡൗൺ റൂൾസ് ഓർ റിപ്പൻറ്റഡ് ലൈയിങ് ടു പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ ആ കളവ് പറയുന്നതിനോ അല്ലെങ്കിൽ ഈ റൂൾ ലംഘിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ അദ്ദേഹം തയ്യാറല്ല. ഹി നെയ്തർ ടുക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ വയലേറ്റിംഗ് ലോക്ക്ഡൗൺ റൂൾസ് നോർ റിപ്പൻറ്റഡ് ലൈയിങ് ടു പാർലമെൻറ്റ് ഈവൻ വൈൽ എക്സിറ്റിംഗ് ദ ഹൗസ്. പാർലമെൻറ്റ് വിട്ടുപോകുമ്പോഴും മിസ്റ്റർ ജോൺസൺ അറ്റാക്ക്ഡ് ആൻ ഇമാജിൻ റാക്കറ്റ് ഓഫ് റിമൈനേഴ്സ് rather than coming to terms with the mess he left behind the കൺസർവേറ്റീവ് പാർട്ടി. കൺസർവേറ്റീവ് പാർട്ടിയിൽ താൻ അവശേഷിപ്പിച്ച പ്രശ്നങ്ങളെ അംഗീകരിക്കുന്നതിന് പകരം ബ്രെക്സിറ്റിൻ്റെ സമയത്ത് കുറേ ആളുകൾ അവിടെ തുടരാൻ തീരുമാനിച്ചു, ബ്രെക്സിറ്റ് വിടാൻ തീരുമാനിച്ച ആളുകളുണ്ട്. യൂറോപ്പിൽ തുടരാൻ ആഗ്രഹിച്ചവരുടെ ഒരു സാങ്കല്പിക സംഘത്തെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതിന് ജോൺസൺ
ആക്രമിക്കുകയായിരുന്നു. ഹിസ് കണ്ടിന്യൂഡ് അറ്റാക്ക് on Prime Minister Rishi Sunak, whose rebellion against Mr. Johnson as a member of his cabinet quickened the Tory leader's fail as Prime Minister, sounds more political than a constructive assessment of the government's performance. പ്രധാനമന്ത്രി ആയ ഋഷി സുനക്കിനെതിരെ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ ആക്രമണം സർക്കാരിൻ്റെ പ്രകടനത്തെക്കുറിച്ചുള്ള ക്രിയാത്മകമായ വിലയിരുത്തലിനേക്കാൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. സൗണ്ട്സ് മോർ പൊളിറ്റിക്കൽ, അത് കൂടുതൽ രാഷ്ട്രീയമാണെന്ന് തോന്നുന്നു. ദെൻ കൺസ്ട്രക്റ്റീവ് അസസ്മെൻറ്റ്, നിർമ്മാണാത്മകമായ ഒരു അസസ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്റ്സ് പെർഫോമൻസ്, ഗവൺമെൻറ് പ്രകടനത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലിനേക്കാൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. Mr. Johnson's resignation leaves Mr. Sunak facing a tougher situation. 3 Tory MPs, including Mr. John, have quit recently, and Labour expect to win all the seats in by-election. അപ്പോൾ മിസ്റ്റർ ജോൺസൻ്റെ രാജി സുനക്കിന് ഒരു ടഫസ്റ്റ് സിറ്റുവേഷൻ, വളരെ ടഫായ ഒരു സാഹചര്യം നൽകുകയാണ്. കാരണം 3 ട്രോയ് MPs, ട്രോയ് പാർട്ടിയിലെ 3 MP-മാർ, ജോൺസൺ ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെച്ചിട്ടുണ്ട്, അവർ പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ ആൻഡ് ലേബർ എക്സ്പെക്ട് ടു വിൻ ഓൾ 3 seats ഇൻ ബൈ ഇലക്ഷനിൽ ഈ സീറ്റുകളിലൊക്കെ വിജയിക്കുമെന്ന് ലേബർ പാർട്ടി പ്രതീക്ഷിക്കുന്നു. Faced with back-to-back setbacks in by-election and local votes, the Tories, whose public support is around 30% against Labour's 40% in opinion polls, are already under pressure. ലോക്കൽ വോട്ടിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ബാക്ക് ടു ബാക്ക് സെറ്റ്ബാക്സ്, അടിക്കടി തിരിച്ചടികൾ നേരിടുന്ന ടോറീസ് ഹൂസ് പബ്ലിക് സപ്പോർട്ട്സ് ഈസ് അറൗണ്ട് 30%, അവരുടെ പബ്ലിക് സപ്പോർട്ട്, പൊതുജനങ്ങളുടെ സപ്പോർട്ട് 30% എഗെയിൻസ്റ്റ് ലേബേഴ്സ് 40% ഇൻ ഒപ്പീനിയൻ പോൾ. അഭിപ്രായ വോട്ടെടുപ്പിൽ ലേബർ പാർട്ടിക്ക് 40% പിന്തുണയും ഈ ടോറീസിന് 30% പിന്തുണയുമാണ് ഉള്ളത്. അതോടൊപ്പം അവർക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിലും ലോക്കൽ വോട്ട്സിലുമുള്ള അവരുടെ അടിക്കടിയുള്ള തിരിച്ചടി കാരണം അത് ഫേസ് ചെയ്തതുകൊണ്ട് ടോറീസ് ഹൂസ് പബ്ലിക് ആർ ഓൾറെഡി അണ്ടർ പ്രഷർ, അവർ ആകെ ഇപ്പോൾ തന്നെ സമ്മർദ്ദത്തിലാണ്. മിസ്റ്റർ ജോൺസൺ ഹാസ് ഡ്രോപ്ഡ് ഹിൻസ് ടു എ കംബാക്ക്, തിരിച്ചു വരും എന്ന സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഡ്രോപ്ഡ് ഹിൻസ് ഓഫ് എ കംബാക്ക്. There are talks in political circles about forming a right-wing party. ഒരു വലതുപക്ഷ പാർട്ടി രൂപീകരിക്കുമെന്ന വാർത്തകൾ അല്ലെങ്കിൽ സംസാരം പൊളിറ്റിക്കൽ സർക്കിൾ, രാഷ്ട്രീയ വൃത്തങ്ങളിൽ അങ്ങനെയുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ വാട്ട് ഹി വിൽ ഡു നെക്സ്റ്റ്, അടുത്തത് എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്നത് വ്യക്തമല്ല. ബട്ട് ഹി ഹാസ് ഓൾറെഡി ഡൺ ഇനഫ് ഡാമേജ് ടു ദ ടോറീസ് പാർട്ടിക്ക് അദ്ദേഹം കനത്ത ആഘാതങ്ങൾ ഇപ്പോൾ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനി അറ്റംപ്റ്റ് പൊളിറ്റിക്കൽ കംബാക്ക് വിൽ ഫർദർ ഡിസ്റ്റബിലൈസ് ദ പാർട്ടി ആൻഡ് റപ്ചർ ബ്രിട്ടൻസ് കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ദാറ്റ് ഈസ് കോട്ട് ബിറ്റ്വീൻ ബ്രെക്സിറ്റ് ഐസൊലേഷൻ isolationism, a battered economy at home, an unrealistic quest to make Britain great again. Any attempt at a political comeback, രാഷ്ട്രീയമായി തിരിച്ചു വരാനുള്ള ഏതൊരു അറ്റംപ്റ്റും will further destabilize the party,
പാർട്ടിയെ വീണ്ടും അസ്ഥിരപ്പെടുത്തും. ആൻഡ് റപ്ചർ ബ്രിട്ടൻസ് കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്, ബ്രിട്ടൻ്റെ യാഥാസ്ഥിക രാഷ്ട്രീയ ഭൂപടത്തെ അത് എന്ത് ചെയ്യും, കൂടുതൽ തകർക്കും. ദാറ്റ് കോട്ട് ബിറ്റ്വീൻ ബ്രെക്സിറ്റ് ഐസൊലേഷനിസം, എ ബാറ്റേഡ് എക്കോണമി. ബ്രെക്സിറ്റിനെ തുടർന്നുണ്ടായ ഐസൊലേഷനിസം, ആ ഒറ്റപ്പെടലിൻ്റെയും അതുപോലെ എ ബാറ്റേഡ് എക്കോണമി അറ്റ് ഹോം, അതിൻ്റെ തകർന്ന സമ്പദ് വ്യവസ്ഥയും, ബാറ്റേഡ് എക്കോണമി. ആൻ അൺറിയലിസ്റ്റിക് ക്വസ്റ്റ്, യാഥാർത്ഥ്യമില്ലാത്ത അന്വേഷണം. എന്തിനു വേണ്ടിയുള്ള അന്വേഷണം? അവരുടെ മുദ്രാവാക്യം ക്വസ്റ്റ് മേക്ക് ബ്രിട്ടൻ എഗെയിൻ ഗ്രേറ്റ് എഗെയിൻ, ബ്രിട്ടനെ വീണ്ടും ഗ്രേറ്റ് ബ്രിട്ടനാക്കാനുള്ള അവരുടെ അയഥാർത്ഥമായ അന്വേഷണത്തിനും ഇടയിൽ കുടുങ്ങിയ ബ്രിട്ടൻ്റെ യാഥാസ്ഥിക രാഷ്ട്രീയത്തെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് തകർക്കും. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സെൻറ്റൻസ്. എനി അറ്റംപ്റ്റ് അറ്റ് എ പൊളിറ്റിക്കൽ കംബാക്ക് വിൽ ഫർദർ ഡിസ്റ്റെബിലൈസ് ദ പാർട്ടി ആൻഡ് റപ്ചർ ബ്രിട്ടൻസ് conservative political landscape that is caught between Brexit isolationism, a battered economy at home, and an unrealistic quest to make Britain great again. ഓക്കെ, ഇതിലുള്ള കീവേഡ്സുകൾ നമുക്ക് നോക്കാം. ഒന്ന്, fall from grace എന്ന് പറഞ്ഞാൽ ഇത് യശസ് നഷ്ടപ്പെടുക, അതായത് അധികാരം നഷ്ടപ്പെടുക. അതുപോലെ വേറൊന്നാണ് അദ്ദേഹത്തിൻ്റെ വീഴ്ച, സോ സ്റ്റീപ്പ്, വളരെ കുത്തനെയാണ്, സ്റ്റീപ്പ്. അതുപോലെ ഹൈപ്പർബിളി എന്ന് പറഞ്ഞാൽ അതിവൈകാരികം ആയിട്ടുള്ള. എ ബാറ്റേഡ് എക്കോണമി, തകർന്ന സാമ്പത്തിക വ്യവസ്ഥ. വിച്ച് ഹണ്ട്, ഓക്കെ, വിച്ച് ഹണ്ട്, WITCH HUND, വിച്ച് ഹണ്ട് എന്ന് പറഞ്ഞാൽ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക. ഓക്കെ, എൻജോയ് the reading. Have a nice day. Thank you for watching.